ക്വസ്റ്റ്യൻ ചെയ്യാം. ദ പ്രോഡക്റ്റ് ഓഫ് പ്രസന്റ് ഏജസ് ഓഫ് എ ആൻഡ് ബി. പ്രോഡക്റ്റ് ആണ്, അതായത് എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 80. ഡിഫറൻസ് അതിൽ എ ഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എ മൈനസ് ബി. ഇതിൽ നിന്നിപ്പോ എനിക്ക് തന്നെ 20യും 4ഉം ചെയ്യാമല്ലോ, ഗസ് ചെയ്യാമല്ലോ. ഞാൻ അത് അങ്ങനല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഗസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ ടച്ച് പാടുള്ള ക്വസ്റ്റ്യൻ ഗസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വന്നല്ല. അല്ലെങ്കിൽ നമുക്ക് ജനറൽ മെത്തേഡ് ഒന്ന് നോക്കാം. എ സിഗൽ 16 പ്ലസ് ബി എന്ന് എഴുതുന്നു. അപ്പൊ 16 പ്ലസ് ബി, ഇത് ഈ വാല്യൂ നമ്മൾ ഇതിൽ കൊടുക്കാൻ പോവാം കേട്ടോ, ഈ ഇക്വേഷനിൽ. അപ്പൊ 16 പ്ലസ് ബി ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 80. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി സ്ക്വയർ ആദ്യം എടുത്ത് എഴുതാണ്, പ്ലസ് 16 ബി മൈനസ് 80 ഈസ് ഈക്വൽ ടു 0. ഇവിടെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 20യും 4ഉം ആയിട്ട് എഴുതിയാൽ മാത്രമല്ലേ മൈനസ് ചെയ്താൽ ഇത് കിട്ടത്തുള്ളൂ. അപ്പൊ സൈൻ കൊടുക്കും മൈനസ്, ഇവിടെ പ്ലസ്. അപ്പൊ ബി 4 വന്ന് A20 കിട്ടി. A20. അപ്പൊ B4 ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ്, പക്ഷെ ഇപ്പൊ എല്ലാ പ്രാവശ്യം ഗസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ഈ ജനറൽ മെത്തേഡ് ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ഇപ്പം സിയുടെ കാര്യം ഇനി പറയുന്നുണ്ട്. സി എന്താ, ട്രൈസ് ദാറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇട്ടുള്ളൂ ലാസ്റ്റ് എന്താ, ദെൻ ഫൈൻഡ് സം ഓഫ് ദ പെർസെന്റേജ് ഓഫ് എ ആൻഡ് സി. എ ആൻഡ് സിയുടെ പെർസെന്റ് 32. സിമ്പിൾ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത എത്രയാണ്? 17. ദ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ട്രെയിൻ എ ടു ട്രെയിൻ ബി. ലെങ്ത് ആണ്. ലെങ്ത് ഓഫ് ട്രെയിൻ എ, ലെങ്ത് ഓഫ് ട്രെയിൻ ബി ഈസ് 25 divided by 90. ഓക്കെ, ട്രെയിൻ എ ക്രോസസ് എ പോൾ ഇൻ 23 seconds. അപ്പൊ ഒരു പോൾ, ഒരു കമ്പ് അല്ലെ കമ്പി, അത് എന്തായാലും പറഞ്ഞ അതിനെ ക്രോസ് ചെയ്യണമെങ്കിൽ അറിയാലോ, അതിന്റെ സ്വന്തം ലെങ്ത് തന്നെയാണ് അത് കവർ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ, എയുടെയും ബിയുടെയും സെയിം സ്പീഡാണ്, 25 ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, എയുടെ ലെങ്ത് എന്തായിരിക്കും? 25 ഇൻറ്റു 23, അതായത് അതിന്റെ സ്പീഡ് ഇൻറ്റു ടൈം, അതാണ് ഡിസ്റ്റൻസ്. അപ്പോ ഇവിടുത്തെ ലെങ്ത് 25 ഇൻറ്റു 23 കിട്ടി. അപ്പൊ ഇത് ബിയുടെ ലെങ്ത് ആയിരിക്കും 19 ഇൻറ്റു 23 ആയിരിക്കത്തില്ലേ? ഇതാണ് ബിയുടെ ലെങ്ത്. ഇനി പറയുന്നത് ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ട്രെയിൻ ബി ടു ക്രോസ് 163 മീറ്റർ ലോങ് ബ്രിഡ്ജ്. അതായത് ഓൾറെഡി ഇത് ബിയുടെ ലെങ്ത് ഇതാണ്, പിന്നെ അത് 161 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ബ്രിഡ്ജ് കൂടെ ക്രോസ് ചെയ്യണം, അതും കൂടെ ആഡ് ചെയ്യണം ടോട്ടല്. അതേ ഡിവൈഡ് ബൈ അതിന്റെ സ്പീഡ് എത്രയായിരുന്നു? 25. ഇതായിരിക്കും ടൈം. ടൈം എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഇസ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇതാണ് ഇപ്പോൾ ഡിസ്റ്റൻസ്, ഇത് സ്പീഡ്. സോ ഇവിടെ 19 ഇൻറ്റു 23 പെട്ടെന്ന് നോക്കി. 23 ഇൻറ്റു 20 ആയിരുന്നെങ്കിൽ എത്ര വന്നേ? 23 20 ആണ് 460 വന്നേ. 460 23 മൈനസ് ചെയ്താൽ മതി. 460 20 മൈനസ് ചെയ്താൽ 440. വീണ്ടും 3 മൈനസ് ചെയ്താൽ 437 പ്ലസ് 163 ഡിവൈഡ് ബൈ 25. ഇത് നമുക്ക് 400 500 വരും. ദെൻ 30 60 590 അപ്പൊ 600 ബൈ 25. ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാൻ, അല്ലെങ്കിൽ 25 ഇൻറ്റു 4 100 ആണ്. ആ 100 ഇൻറ്റു 6 ആണ്. അപ്പൊ എഫക്റ്റീവ് ആയിട്ട് 4 6 കൊണ്ട് മൾട്ടിപ്ലൈ 24. ഇനി അത് പോട്ടെ, നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യുന്ന ഇഷ്ടമെങ്കിൽ 25 2 പ്രാവശ്യം 25 50, പിന്നെ 100 കൊണ്ട് 24. ഏത് രീതിയായാലും കിട്ടും. 17. അടുത്ത ക്വസ്റ്റ്യൻ 18. റേഷ്യോ കോസ്റ്റ് പ്രൈസ് ടു സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് എഴുതാം. കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ആൻഡ് മാർക്ക് പ്രൈസ് ടു സെല്ലിംഗ് പ്രൈസ്. മാർക്ക് പ്രൈസിന്റെ കാര്യം പറയുന്നുണ്ട്, അതുകൂടെ എഴുതാം. അപ്പൊ ഇത് ആദ്യം 5:8 എന്ന് പറഞ്ഞു. ഇത് 3:2 ആണ്. ശ്രദ്ധിച്ചോണേ, ഇതിപ്പോ രണ്ടാമത്തെ ഞാൻ എഴുതുക. 3 മാർക്ക് വൈസ് തന്നെയല്ലേ? 3 മാർക്ക് വൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് 3 2. അപ്പൊ ഈ 2ന് ഒരു ഇവിടെ 8 ആയിരുന്നു, നമുക്ക് ഒറ്റ ഇതിലൊന്ന് ചെയ്യായിരുന്നു. അപ്പൊ 2 8 ആക്കണം. എത്ര ഉണ്ട്? മൾട്ടിപ്ലൈ 4. അപ്പൊ ഇവിടെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. സോറി, റേഷ്യോ ബാലൻസ്ഡ് ആണ്. വേറെ ഒരു മാറ്റമില്ല. 5 8 12 ഇങ്ങനെ കിട്ടും റേഷ്യോ. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞു, ഇഫ് ദ മാർക്കപ്പ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ. നമ്മുടെ അസംഷൻ പ്രകാരം മാർക്കപ്പ് എന്ന് വെച്ചാൽ ഇത് എത്ര വില കൂട്ടിയെന്ന്. എത്ര വില കൂട്ടിയത്? മാർക്കപ്പ് ചെയ്തത് 7 ആണ്. 7 ക്വസ്റ്റ്യന്റെ എത്ര? 700 അല്ലേ? 700 ആണ്. അപ്പൊ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 100 വരും, ഒരു യൂണിറ്റ് 100 വരും. എങ്കിൽ സെല്ലിംഗ് പ്രൈസ് 8 വരും, 800 വരും. സിമ്പിൾ. അടുത്തത് റേഷ്യോ ഹൈറ്റ് ടു റേഡിയസ് ഓഫ് എ സിലിണ്ടർ. വോളി ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കത് എക്സ് ലിറ്ററാണ് ആഡ്. ഹൈറ്റ് 5x എന്നും റേഡിയസ് അല്ലെ 7x അല്ലെ? ഹൈറ്റ് ടു റേഡിയസ്. ഓക്കെ, വോളിയം കാണുന്ന ഇക്വേഷൻ എന്താ? പൈ r സ്ക്വയർ h അല്ലെ? അപ്പൊ പൈ എന്ന് പറഞ്ഞാൽ 22/7. r ഇവിടെ 7x ആണ്. അപ്പം 7x ഇൻറ്റു 7x എന്ന് എഴുതുന്നത്.
ഞാൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. നിങ്ങൾക്ക് അല്ലാതെ വേണമെങ്കിൽ എഴുതാം. 5x 5r² വെച്ചല്ലേ വോളിയം ബേസ് ഏരിയന്റെ ആണ്. ഇതാണ് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 20790. ഓൾറെഡി ഒരു 7 ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 11 വെച്ച് ചെയ്യാം. 11 ഇവിടെ 1, ഇവിടെ 9 വരും. 9 7 97 ആവും. 8 പ്രാവശ്യം 88, പിന്നെ 9 അപ്പം ക്യാൻസൽ ആവും. പിന്നീട് ഇവിടെ ക്യാൻസൽ ആയി. വീണ്ടും ഒരു 7 വെച്ച് ക്യാൻസൽ ചെയ്താൽ 2 7s are 40, 49 + 7 0. വേറെ ഒന്നുമില്ല. 5 2 ഉണ്ട്. 5 2 ഇവിടെ 10 ആവും. ആ 10ൽ ഒരു 0 ഇവിടെ ക്യാൻസൽ. അപ്പൊ എല്ലാം ക്യാൻസൽ ആയി. നമുക്കിനി ബാക്കിയുള്ളത് ഒരു x³ മാത്രമാണ്. x³ 27. അങ്ങനെയാണ് x എത്ര ആയിരിക്കും? 3. മൾട്ടിപ്ലിക്കേറ്റ് ഫാക്ടർ കിട്ടി. അങ്ങനെയാണ് എന്ത് ചോദിക്കുന്നത്? ഇത് സൈഡ് ഓഫ് ദ സ്ക്വയർ ഈസ് ആവറേജ് ഓഫ് ദ ഹൈറ്റ് ആൻഡ് റേഡിയസ്. അപ്പൊ ഹൈറ്റ് നമുക്കിപ്പോ എത്ര കിട്ടും? ഹൈറ്റിന്റെ ഹൈറ്റ് 15 അല്ലേ, 5 × 3. പിന്നെ റേഡിയസ് അതാണ്, റേഡിയസ് 7 × 3 21. ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നടുക്കുള്ള 18 ആയിരിക്കും. നിങ്ങൾ 36/2 എഴുതിയാൽ ഓക്കെ 18. ഇതാണ് സൈഡിന്റെ സ്ക്വയർ, സോറി സ്ക്വയറിന്റെ സൈഡ്. then find the perimeter. Perimeter 18 × 4 72 അല്ലേ? 72. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. 19 ചെയ്തല്ലോ, അത് 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റേഷ്യോ ഓഫ് ജ്യൂസ് ടു വാട്ടർ 8:3. ഈ 40 liters ആൻഡ് 20 liters ഓഫ് ജ്യൂസ് ആൻഡ് വാട്ടർ റെസ്പെക്റ്റീവ്ലി ആളിടാം. ഓക്കെ, അന്നേരമുള്ള റേഷ്യോ ആണ്. അപ്പൊ നമുക്ക് എക്സെപ്റ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ. രണ്ടിടത്ത് മാറ്റം ഉണ്ടല്ലോ. 8x + 40 / 3x + 20 = 5/2. സോ ഇവിടെ ക്രോസ് മൾട്ടിപ്പിൾ 16x + 80 = 15x + 100. സോറി 100 എന്ന് വരും. മൈനസ് ചെയ്ത എക്സ്, ഒരു എക്സ് തന്നെ കിട്ടുന്നത്. എക്സ് = 100. 80 അപ്പുറം പോകുമ്പോൾ 20 കിട്ടിയേ. നമുക്ക് എന്താ വേണ്ടത്? അതിന്റെ ഇനിഷ്യൽ ക്വാണ്ടിറ്റി. അപ്പൊ 8 3 11 × 20. മീൻ ഇവിടെ 8 3 11 11 × 20 220 എന്ന് വരും. ഓക്കെ, ഇതാണ് ഓപ്ഷൻ ഇ ആണ് ആൻസർ. 20. അടുത്തത് 21. എക്സ് വൈ ഇസഡ് ടുഗദർ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 6 days. 6 ദിവസം ടൈമാണ് പറഞ്ഞത്. ഇനി വൈ എലോൺ ക്യാൻ ഡു ഇറ്റ് ഇൻ 36. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എൽസിയം എടുക്കാം. വേറെ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് കൂടെ നോക്കാം. ഇഫ് ഇസഡ് ഈസ് 200% മോർ എഫിഷ്യന്റ്, ഇവിടെ ശ്രദ്ധിക്കുക, മോർ എഫിഷ്യന്റ് ദാൻ വൈ എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ റേഷ്യോ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1 ആണ്. 200% കൂടുതലെന്ന് പറഞ്ഞാൽ 3 ആയിരുന്നു കേട്ടോ. എഫിഷ്യൻസി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എഫിഷ്യൻസി നമുക്ക് വിടാം. ആദ്യമേ നമുക്ക് ഇതിന്റെ ടോട്ടൽ വർക്ക് 36 ആയിട്ട് അസ്യൂം ചെയ്യാമല്ലോ. 36 ആയിട്ട് എടുത്താൽ ഇത് 1 ഇത് 6 വരും ടോട്ടൽ എഫിഷ്യൻസി. അതിലിപ്പോ ഓൾറെഡി നമുക്ക് വൈയുടെ 1 ആണെന്നും ഇസഡ് 3 ആണെന്നും കിട്ടി. 3 1 ആഡ് ചെയ്താൽ 4. അപ്പൊ 2ന്റെ എഫിഷ്യൻസി 2 എന്നാലേ ടോട്ടൽ 6 ആകത്തുള്ളൂ എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത്? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ബൈ എക്സ് ആൻഡ് ഇസഡ്. എക്സിന്റെ ഇസഡിന്റെ കമ്പൈൻഡ് എഫിഷ്യൻസി 5. ടോട്ടൽ വർക്ക് 36/5. ക്യാൻസൽ ചെയ്യുമ്പോൾ 7 5 30 5 കഴിഞ്ഞിട്ട് 7.2 എന്ന് വരും. ഓക്കെ, 21. ഓക്കെ, അടുത്തത് 22. A man invested 2,400 in simple interest at 3/8 rate% 3/8 R% for 4 years ആണ്. 2400 രൂപയാണ്. 3/8 × R ആണ്. പെർസെന്റേജ് 1/100 വരും. ഇൻറ്റു 4 years ആണ്. അപ്പൊ ഇത് 2 ഇത് 2 0 2 0 ക്യാൻസൽ ആയി. 2 ഉണ്ട് 12. നമുക്ക് 36 R എന്നാണ് കിട്ടുന്നത്. ഇപ്പൊ 36 R ആണ് 864. അപ്പൊ 36 ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. 2 × 72 അല്ലേ? 72 കഴിഞ്ഞാൽ 14 വരും. 144. 36 × 4 ആണ് 100. അപ്പൊ ഡയറക്റ്റ് ക്യാൻസൽ ആവുന്നത് അതല്ലേ? 6 12 ഇട്ട് ക്യാൻസൽ ചെയ്യാൻ നിങ്ങൾക്ക്. അപ്പൊ 24 കിട്ടിയേ. ഇനി നമുക്ക് 25 R കോമൺ ഇൻട്രസ്റ്റ് പറയാം. അപ്പൊ 25 R 25 × 24 നമ്മൾ എന്താ പറഞ്ഞേ ഉള്ളൂ ഞാൻ. അതിന്റെ 6 × 4 എന്ന് ഓർക്കാം. അതല്ലെങ്കിൽ വേറെ രീതിയിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. 6 × 4 600. ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടു ഫോർ 2 years at 10% per annum. അപ്പം നിങ്ങൾക്കറിയാലോ 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് 2 വർഷം കഴിയുമ്പോൾ എത്ര 21% ആവുന്നത്.
അപ്പൊ 600ന്റെ 25% 20 100 ഒന്നും എഴുതരുത്. സീറോ ക്യാൻസൽ ചെയ്യുന്നതെല്ലാം അറിയാം നമുക്ക്. സോ 126. അപ്പൊ നമുക്ക് വേണ്ട എന്താ? ഫൈൻഡ് ദ എമൗണ്ട്. എമൗണ്ട് ആണ് ഇവർ രണ്ടും കൂടെ ആഡ് ചെയ്യും. 726. ഓക്കെ. അടുത്ത 23. പാർട്ണർഷിപ്പ് ആണ്. ആൻഡ് ബി സ്റ്റാർട്ട് ബിസിനസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഏത് ഇൻവെസ്റ്റ്മെന്റ് നോക്കാം. 4000 വീട് ഇൻവെസ്റ്റ്മെന്റ് എക്സ് ആൻഡ് ആഫ്റ്റർ 6 months എ ലെഫ്റ്റ്. അപ്പൊ എ 6 മാസമേ ഉള്ളായിരുന്നേ. ഓക്കെ. ദെൻ ബി അപ്പൊ ബി 6 മാസം വരെ ഇതാ കിട്ടത്. പിന്നീട് 6 മാസം കഴിഞ്ഞപ്പോ ബാക്കി 6 മാസത്തേക്ക് എക്സിന്റെ കൂടെ എത്രയും കൂടി ഇട്ടിട്ട് 400 കിട്ടും. ഓക്കെ. ഇനി പറഞ്ഞ ഈ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ദ പ്രോഫിറ്റ് ഷെയർ ഓഫ് ബി, ബിയുടേത് ഇപ്പൊ നമുക്ക് റേഷ്യോ ആക്കിയാലോ. എ ബൈ ബി എന്ന് പറയുന്നത് ബിയുടെ എത്ര പറഞ്ഞിട്ടുണ്ട്? 3800. ടോട്ടല് 5800. അപ്പൊ മറ്റേ ആൾക്ക് 2000 കിട്ടിക്കണം. രണ്ട് സീറോസ് ക്യാൻസൽ ചെയ്യാം. പിന്നെന്താ ചെയ്യണം? ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു സീറോ ക്യാൻസൽ ചെയ്യാം. സോ 6 4 24 ആൻഡ് 1 2 രണ്ട് സീറോ ബൈ ഇവിടെ 6x കൂടെ 12x ആവില്ല. പ്ലസ് 2400. 2400 ആണോ? സീറോ ക്യാൻസൽ ചെയ്യാം. ഓക്കെ. ഇവിടെ 2/38 നമുക്ക് 1/19 എഴുതാം. ഇപ്പൊ 24ന്റെ 19 എത്ര വരും? 24ന്റെ 20 ആണെങ്കിൽ 24 ആണ് 480 ആണ്. 480 എന്ന് 24 മൈനസ് ചെയ്യണം. അപ്പോൾ 456. അത് കഴിഞ്ഞിട്ട് 2 0. ഇവരെ ക്രോസ് മൾട്ടിപ്ലൈ അത് തന്നെയാണല്ലോ. അപ്പോൾ 12x എന്ന് കിട്ടും. ഇവിടെ 2400 കുറയ്ക്കും. 432. 43200. ഇതുകൊണ്ടായിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണോ? 336 72 3600 കിട്ടും. പക്ഷെ നമുക്ക് എക്സ് ആണെന്ന് വേണ്ട. സോറി. ദെൻ ഫൈൻഡ് എക്സ് മൈനസ് 200. അപ്പൊ അതിൽ 200 മൈനസ് ചെയ്താൽ 3400. ഓക്കെ. The ratio of the upstream speed of boat to the speed of current എന്ന് വെച്ചാൽ മതി. അപ്പൊ അപ്സ്ട്രീം സ്പീഡ് 4:1 എന്ന് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യം എടുക്കുക. 99 കിലോമീറ്റർ ഡൗൺ സ്ട്രീം പോകാൻ 3.3 hours എടുത്തെങ്കിൽ ഇവിടെ സീറോ എടുക്കുമ്പോൾ പോയിന്റ് പോകും. അപ്പൊ ക്യാൻസൽ ചെയ്താൽ 13 ആയിരിക്കും വരുന്നത്. 13 കിട്ടിയ ഡൗൺ സ്ട്രീം സ്പീഡാണ്. അപ്പൊ അപ്സ്ട്രീം സ്പീഡും നമുക്ക് അറിയാം. ഈ സ്പീഡ് ഓഫ് കറണ്ട് ഇതാണെങ്കിൽ, അതായത് ബോട്ടിന്റെ സ്പീഡിന്റെ കൂടെ ബോട്ടിന്റെ സ്പീഡുണ്ട്. ആ ബോട്ടിന്റെ സ്പീഡിൽ നിന്നും കറണ്ടിന്റെ സ്പീഡ് കുറയ്ക്കുമ്പോഴല്ലേ നമുക്ക് ഇത് അപ്സ്ട്രീം സ്പീഡ് കിട്ടുന്നത്. അപ്പൊ ബോട്ടിന്റെ സ്പീഡ് എത്ര ആയാലും പറ്റും. 5 ആയാലേ പറ്റത്തുള്ളൂ. 5 എന്നൊന്നും പറയുന്നത്. ഇനി ഇപ്പൊ ഡൗൺ സ്ട്രീം സ്പീഡ് എന്താ? ബോട്ടിന്റെ സ്പീഡും കറണ്ട് സ്പീഡും കൂടെ കൂട്ടുന്നത് 6 അല്ലേ? മനസ്സിലായോ? 5 6 എങ്ങനെ കിട്ടിയെന്ന്. ഇനി ഇത് നമ്മുടെ അസംഷൻ ആണ്. ഡൗൺ സ്ട്രീം സ്പീഡ് കറക്റ്റ് ഉണ്ട് 30. അപ്പൊ 6നെ 5 കൊണ്ട് വിളിക്കണം. ഇവിടെ 5 കൊണ്ട് വിളിക്കണം 25. ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഫൈൻഡ് സ്പീഡ് ബോട്ടിൽ സ്റ്റിൽ വാട്ടർ ആണ്. സ്റ്റിൽ വാട്ടർ സ്പീഡ് 25. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 25. ആവറേജ് വെയിറ്റ് ഓഫ് പിന്റെയും ക്യൂവിന്റെയും ആവറേജ് വെയിറ്റ്. അപ്പൊ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ 150 168 അല്ലെ? 56ന്റെ 3. ഇനി വെയിറ്റ് ഓഫ് പി ഈസ് പിയുടെ ക്യൂവിന്റെ നമുക്ക് കമ്പയർ ചെയ്യുന്നത്. പി ഈസ് 20%. ഇത് 5 ആണ്, ഇത് 6 ആയിരിക്കും. അതിന്റെ വെയിറ്റ് ഓഫ് 6 പറയുന്നത് 6 ഇത് വെച്ച് തന്നെ കമ്പയർ ചെയ്യുന്നത് അല്ലെ? ക്യൂ വെച്ചാണോ? അതെയാണ്. 40% ആണ്. ഇപ്പൊ 5 2 പറയും 3. ഓക്കെ. ഇപ്പൊ ഇതിന്റെ ഇത് കിട്ടി. അപ്പൊ ഇത് റേഷ്യോ പ്രകാരം 6 5 11 14. അതായത് 14 ആണ് നമുക്ക് വരുന്നത്. പക്ഷെ 14 വരാൻ കറക്റ്റ് വാല്യൂ 168 ആണ്. സോ ക്യാൻസൽ ചെയ്താൽ 1 ടൈം 14 28 2. മൾട്ടിപ്ലിക്കേറ്റ് ഫാക്ടർ 12 ആണ്. ഇനി എന്താ നമുക്ക് വേണ്ട? ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് ആർ. ആറിന്റെ വെയിറ്റ് എത്ര ആയിരിക്കും? 12 × 3 12 × 3 36. സോ ഓപ്ഷൻ എ 36.